ജീവിക്കാൻ ഞാൻ ഇല്ലാണ്ടാവണം. അതിന് ഞാൻ മരിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അതാണ് വലുത്. ഒപ്പം കാശിട്ടിന് മാത്രം അവകാശപ്പെട്ട ശരീരം. അത്രയും പറഞ്ഞ് കുഞ്ഞോട് അവൾ മനസ്സിൽ 1000 പ്രാവശ്യം മാപ്പ് ചോദിക്കുകയായിരുന്നു. അമ്മയോട് ക്ഷമിക്കുമോളെ, അമ്മ പോകുക, എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി പോകുക. ഇതല്ലാതെ അമ്മയ്ക്ക് വേറൊരു വഴിയില്ല. ഈ അമ്മയോട് ക്ഷമിക്കുമോളെ. അത്രയും പറഞ്ഞ് അവൾ കരഞ്ഞുപോയി. ഭൈരവനും ഭരതനും റൂമിൽ വരുമ്പോൾ കണ്ടു ഭീഷ്മ പറഞ്ഞ പോലെ അതേസമയം അതേ റൂമിൽ തങ്ങൾ കൊടുത്ത ഡ്രസ്സിൽ പാറിയിരിക്കുന്നു. അവൾ ആ രൂപത്തിൽ കണ്ടതും ഭൈരവൻ്റെയും ഭരതൻ്റെയും വികാരങ്ങൾ ചൂടുപിടിച്ചു. ഏട്ടാ, എനിക്ക് എന്നതിനെ നിയന്ത്രിക്കാനാവുന്നില്ല. ചിലപ്പോൾ ഏട്ടന് മുമ്പ് ഞാൻ അവളെ ഒരുമിച്ച് നിന്ന സോദറിയില്ല. ആദ്യം ഞാൻ, അത് കഴിഞ്ഞ് നിനക്ക്. ഒരുപാട് സമയം എടുക്കരുത്. അതുവരെ എനിക്ക് എന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമെന്ന് അറിയില്ല. അവളുടെ ഈ കോലത്തിലിരിക്കുന്ന കൂടെ കണ്ടതുകൊണ്ട് അത് പറയാനാവില്ല. എനിക്ക് തൃപ്തി തോന്നാതെ ഞാൻ മാറില്ല. ഏട്ടാ അടങ്ങടാ. അവൾ നിനക്ക് എനിക്കുള്ളതാ. ഇനി എന്നും അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത് പോരെ. മതി. എങ്കിൽ നീ പുറത്ത് വെച്ച് ഞാൻ ഫോൺ വിളിക്കും. അപ്പം മാത്രം വന്നാൽ മതി. എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പോലും വരരുത്. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ ഞാൻ വാതിലടക്കട്ടെ. അത്രയും പറഞ്ഞ് മുന്നിലെ വാതിൽ കുട്ടിയടച്ചു. പാറു മുന്നിലേക്ക് നോക്കി. തനിക്ക് നേരെ വരുന്നവൻ. കണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല. അമ്മാതിരി ലുക്കല്ലേ പെണ്ണ് നിന്നെ ഈ സാരിയിൽ കാണാൻ. സത്യം പറഞ്ഞാൽ നിന്നെ ഇതൊന്നും ഇല്ലാതെ കാണാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. പാറു മുഖം തിരിച്ചു. ഇനി ഇങ്ങനെ മുഖം ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നീ എല്ലാ രീതിയിലും എൻ്റേതാവാൻ പോകുക. എൻ്റെ മാത്രം. ഒരുത്തൻ പുറത്ത് നിന്നെ കിട്ടുമെന്ന് കരുതി ഇരിക്കുക. എന്നവൻ അറിയില്ല അവനെ ഞാൻ ചതിക്കുമെന്ന്, നിന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആരും അറിയാതെ തീർക്കും ഞാൻ. അതോടെ കൈവരുന്ന സ്വത്തിൽ അവകാശം പറഞ്ഞു വരുന്നവരിൽ ഒരുത്തൻ തീരും. പിന്നുള്ളത് ഭീഷ്മ. അവനെയും തുടച്ചു നീക്കും. ലാസ്റ്റ് ഭാസ്കരനെയും. ഒന്നിനൊരു തെളിവും വയ്ക്കില്ല ഞാൻ. എന്നിട്ട് എല്ലാം നീണ്ടുമ്പോഴും നിന്നെ കളയില്ല ഞാൻ. ഈ വീടും നീയും ഇവിടെ ഉണ്ടാവും. എൻ്റെ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ഇതുപോലെ ഇണ ചേർന്ന് സംഗമിക്കാൻ നമുക്കായുള്ള മാത്രം സ്ഥലം. എന്തെന്നറിയില്ല, ഇന്ന് ഒരറിഞ്ഞ പെണ്ണിൽ നിന്നും നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുക. അത്രയും പറഞ്ഞ് പാറുവിൻ്റെ തോളിൽ പിടിച്ചു. അവൾ കുതറി മാറി. എങ്ങോട്ടാ നീ മാറിപ്പോകുന്നേ? ഇന്ന് എന്നിൽ നിന്നും എങ്ങോട്ട് പോകാനാവില്ല. നിന്നെ എനിക്ക് വേണം. അത്രയും ഞാൻ ആഗ്രഹിച്ചു പോയി പെണ്ണെ എന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിച്ച് അവൾ ആഞ്ഞു കുതറി. എങ്കിലും അയാളുടെ ശക്തിയിൽ കഴിച്ച മരുന്നിൻ്റെ മെഡിസിൻ കാരണം ശരീരം തളർന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനായില്ല അവൾക്ക്. പഞ്ഞിപ്പോലും മൃദുലം പെണ്ണ് നിന്മേനി. അത്രയും പറഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് കൊണ്ട് അയാളുടെ ഷർട്ട് അയച്ചു മാറ്റി. പാറു കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഷർട്ട് മാത്രം ഞാൻ അയക്കും, ബാക്കിയൊക്കെ നീ നിന്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അയച്ചു മാറ്റണം. ഞാൻ എന്തിനുള്ള വസ്ത്രം അയച്ചു മാറ്റും. വഷളം ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അത്രയും പറഞ്ഞ് അവൾക്ക് മീതെ അമരാൻ തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് മറിഞ്ഞു മാറിയിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. കട്ടിലൊരു മൂലയ്ക്ക് ചുരുണ്ട് കരങ്ങൾ കൂപ്പി അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ പാറു പറഞ്ഞു. ആ സമയം അവളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. എന്നാൽ അവളിലെ പെൺ ഉടല് മാത്രം മോഹിച്ച് കാമിക്കാൻ ഇരിക്കുന്നവന്റെ കണ്ണിൽ മറ്റൊന്നും കണ്ടില്ല. അയാൾ അവളുടെ നെഞ്ചിൻ മറ തീർത്ത സാരി വലിച്ചു പൊട്ടിച്ചു. അത് അവൾ നിന്നും വേർപെട്ടു ബെഡിൽ വീഴുമ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അത്രയും പറഞ്ഞ് പാർവിലേക്ക് അമർന്നു. അവളുടെ കണ്ണുനീർ ബലമില്ലാതെയായി. ശരീരം ബെഡിൽ ജീവാംശം പോലെ വീണു. പാറുവിന്റെ ശരീരത്തിൽ അമർന്നു പോകാനും അവൾ ബെഡിൽ വീണു പോയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് തന്നെ പിന്നിൽ നിന്നും എന്തോ ഒന്ന് ശക്തിയിൽ പിന്നിലേക്ക് വലിക്കുന്നു പോലെ തോന്നിയത്. എന്നാൽ ശരവേഗത്തിൽ അയാൾ ഉറച്ച കരങ്ങൾ പിടിച്ച് നിലത്തേക്കിട്ടു. അയാൾ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ മുന്നിലേക്ക് നോക്കി. കാശി. അവനെ കണ്ടതും അയാൾ വെട്ടിവരച്ച് പിന്നിലേക്ക് നീങ്ങിപ്പോയി. നീ മരിച്ചില്ലേ? ഇത് ചോദിച്ചവനെ പരലോകത്ത് അയച്ചിട്ടാ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ വന്നത്. അപ്പം നീ എൻ്റെ അനിയനെ കൊന്നു. നീ അനുഭവിക്കും. നീ വന്ന സ്ഥലം അത്ര നല്ലതല്ല. ഞാനും അത്ര നല്ലതല്ല. നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞും ജീവനോട് വേണ്ടെന്നുണ്ടോ? അവരുടെ ജീവനൊന്നും വരില്ല. നിങ്ങളുടെ ജീവൻ അത് പോകാതെ നോക്കിയാൽ മതി. എടാ കാശിയും, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഭൈരവന് ആരോടൊരു സെന്റിമെന്റ്സും ഇല്ല. എന്തിനേറെ എൻ്റെ അനിയന്മാരോടും ചത്തുപോയ പെങ്ങളോട് പോലും അത് ഉണ്ടായിട്ടില്ല. നിന്റെ തന്തയുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ തന്നെയാണ് എൻ്റെ പെങ്ങളെ കൂട്ടി വന്നത്. എന്നാലോ ആദ്യം കൂടെ നിന്നവൾ പിന്നെ അവൻ്റെ പക്ഷമാവാൻ തുടങ്ങി. സഹിച്ചില്ല. ഭീഷ്മ അവനായിരുന്നു ആയുധം. അവനെ മുന്നിൽ നിർത്തി കളിക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റണം. അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ പെങ്ങളെ ഞാൻ തന്നെ കൊന്നത്. എന്നിട്ട് നിന്റെ അച്ഛനാണെന്ന് അവനെ പറഞ്ഞ് വരുത്തി തീർത്ത്. അതുകൊണ്ട് ഉപകാരം ഒരുപാടുണ്ടായിരുന്നു.
നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ തന്നെ പിന്നിൽ നിന്നും നിന്റെ മറ്റു ശത്രുക്കളെ വെച്ച് കൊല്ലിച്ചില്ലേ? പിന്നെ നിന്നെ കൊല്ലാൻ നോക്കിയതിൽ ഒന്ന് പാളി, അത് കുഴപ്പമില്ല, എൻ്റെ ഭീഷ്മ ചെയ്യും എന്നതിന് കാശി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പിന്നിലേക്ക് നോക്കി ചോദിച്ചു, ആണ് ഭീഷ്മ, നീ എന്നെ കൊല്ലുമോ? നിന്റെ അമ്മയെ കൊന്നവനാണോ നിനക്ക് വേണ്ടത്, അതോ നിന്നോട് ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങോട്ട് മാത്രം ദ്രോഹം നീ തന്നുകൊണ്ടിരിക്കുന്ന എന്നെയാണോ കൊല്ലേണ്ടത്? കാശി അത് ചോദിക്കുമ്പോൾ ഭീഷ്മയുടെ കണ്ണുകൾ ഭൈരവിൽ തന്നെ ഉറ്റുനിന്നു. അതിൽ നിന്ന് തന്നെ അവനെല്ലാം കേട്ടിരുന്നെന്ന് അയാൾക്ക് മനസ്സിലായി. മോനെ, ഇവൻ 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 പലതും പറയും, നീ വിശ്വസിക്കരുത്. ഇവൻ എന്നെ കൊണ്ട് പേടിപ്പിച്ച് സമ്മതിപ്പിച്ചത് ഓരോന്നും. കൊള്ളാം, വീണെടുത്ത് കിടന്ന് ഉടനെ നിങ്ങളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്നാൽ ഒന്നോർത്തോ, ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ അനന്തരവൻ തന്നെ ആദ്യം ഇങ്ങ് പൊക്കും. കൊടുക്കാനുള്ള ഞാനും എൻ്റെ ആൾക്കാരും കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഭീഷ്മയെ നോക്കി, നീ ചെയ്ത് ഞാൻ മറക്കാം, ഒന്നുമല്ലെങ്കിലും നീയും ഞാനും ഒരു അച്ഛൻ്റെ മക്കളായി പോയില്ലേ? പക്ഷേ ഈ ഇരിക്കുന്നവനും അവൻ്റെ സഹോദരനും ഈ ഭൂമിയിൽ ജീവനുണ്ടാവാൻ പാടില്ല. നിന്റെ മരിച്ചുപോയ അമ്മയോട് ചെയ്യാൻ പറ്റുന്ന പ്രായശ്ചിത്തമാണിത്. ഒപ്പം നിനക്കിവിടെ നിന്നും പുതിയൊരു ഭീഷ്മാവാനുള്ള അവസരവും. എന്നെല്ലാം മനസ്സിലാക്കിയിട്ടും അതേ തെറ്റ് തന്നെ ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇവർക്ക് നിനക്ക് ഒരുമിച്ച് മരണശിക്ഷ തരേണ്ടി വരും, ഈ കാശിക്ക്. ഭീഷ്മ അയാൾക്ക് അടുത്തായി മുട്ടുകുത്തിയിരുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ കണ്ടിരുന്നു. എന്നിട്ട് എന്നോട് നിങ്ങളുടെ പെങ്ങളല്ലായിരുന്നു എൻ്റെ അമ്മ. എങ്ങനെ കൊല്ലാൻ തോന്നി എൻ്റെ അമ്മയെ കൊല്ലാൻ? ഇടം, എനിക്ക് ബന്ധങ്ങളൊക്കെ വലുതാണ് പണവും പദവിയും. അതിനു വേണ്ടി എന്ത് നെറികേടും ചെയ്യും. ഞാൻ എന്ത് ചെയ്തോ അതിനെല്ലാം നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവനോടെ കാണുമായിരുന്നു. എന്ന അഹങ്കാരം പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? കൊല്ലാതെ നിവർത്തിയില്ല. നിന്നെയും അതുപോലെ ചെയ്യാൻ അറിഞ്ഞായിട്ടില്ല. അനന്തൻ്റെ സ്വത്തുക്കൾ അത് കൈക്കലാക്കാൻ നീ വേണമായിരുന്നു. കാരണം നീ അവൻ്റെ ചോരയായിരുന്നു. അതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിട്ടു വെച്ചത്. എന്നാൽ പിന്നെ അയാൾക്കൊന്നും പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാതെ അവൻ്റെ കയ്യിലിരുന്ന ആ കുഞ്ഞു കമ്പി അയാളുടെ കഴുത്തിൽ വെച്ച് കരങ്ങൾ കൊണ്ട് അകത്തേക്ക് കുത്തിയിറക്കി. വായിൽ നിന്ന് ബ്ലഡ് വന്നു. നിലത്ത് വീണ് പിടഞ്ഞു. മരിക്കുന്നവനെ കാശി ഒരു ചിരിയോടെ നോക്കി നിൽക്കുമ്പോൾ ഭീഷ്മയിൽ എല്ലാം കൈവിട്ടവൻ്റെ അവസ്ഥയായിരുന്നു. ഇന്ന് വരെ കൂടെ നിന്നെങ്കിലും തന്നെ അവർ ചതിക്കുവാണെന്നറിയാതെ വെറും ഒരു വിഡ്ഢിവേഷമാണ് താനിതുവരെ കെട്ടിയാടിയെന്ന ഓർക്കി അവനോട് തന്നെ അറപ്പ് തോന്നി. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വന്ന ഭരതൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന തൻ്റെ ചേട്ടനെയാണ്. എടാ, നീ എൻ്റെ ചേട്ടനെ ഊട്ടിയെ കൈ തന്നെ വെട്ടിമാറ്റിയോ നായേ എന്ന് പറഞ്ഞാലറി വന്നവൻ്റെ കഴുത്തിലേക്ക് ഭീഷ്മ ഭൈരവിനെ കുത്തി അതേ കമ്പി തന്നെ വലിച്ചൂരി കുത്തിയിറക്കി. ഒരുപാട് തവണ നിലത്തേക്ക് വീണുകൊണ്ട് അവൻ അമ്മയെന്ന് അലറിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞും പോലീസ് എത്തിയിരുന്നു. അവൻ്റെ കരങ്ങൾ വിലങ്ങി വെച്ചും കാശിക്ക് മുന്നിലായിക്കൊണ്ട് നിർത്തി. അവൻ കാശിയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് മാപ്പ് പറഞ്ഞു. കാശി ഇന്നവരാർക്കും രണ്ടാമതൊരു ചാൻസ് കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത് നിനക്ക് തന്നത് എൻ്റെ മൂത്ത സഹോദരനായി പുതിയൊരു ഭീഷ്മയെ നീ ഞങ്ങൾക്കൊപ്പം വേണമെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ജയിലിൽ കിടന്ന ശിക്ഷ അവസാനിച്ച് പുതിയൊരു മനുഷ്യനാവാതെ പഴയ പലതും മനസ്സിൽ വെച്ച് വന്ന അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ മറക്കും. ഭീഷ്മ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ശിരസ് കുറ്റബോധത്താൽ താണു പോയിരുന്നു. അവൻ പോയതും കാശി മുന്നിലേക്ക് വന്നു. വായിൽ നിന്ന് രക്തം വന്ന് കിടക്കുന്ന പാറു, അവളുടെ ഉലഞ്ഞു പോയ സാരി അവൻ നേരിട്ടുകൊണ്ട് അവളിൽ കവിളിൽ തട്ടി. പാറു കണ്ണു തുറക്കടി, നിന്റെ കാശിട്ടനെ വിളിക്കുന്നേ. എന്നാൽ അവൾ എണീറ്റില്ല. കാശി, അവളെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എനിക്കെന്തോ നമ്മൾ വരും മുമ്പ് അവൾ അരുതാത്ത എന്തോ ചെയ്യുന്നൊരു തോന്നല്. അലൻ പറഞ്ഞു. എടാ, എൻ്റെ കുഞ്ഞ് കാശി, നമ്മുടെ കുഞ്ഞ് സച്ചി കുഞ്ഞുമായി വരുമ്പോൾ അവനിപ്പോൾ ശ്രീ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്ന പാർവിനും കുഞ്ഞിക്കും ഒരുപോലെ അപകടമാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മതിയാവും. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ കുഞ്ഞെയും പാർവിനെയും ICUയിൽ കയറ്റിയിരുന്നു. ഏറെ മണിക്കൂർ കഴിഞ്ഞു കുഞ്ഞിക്ക് ബോധം വന്നതും കുഞ്ഞെ വാർഡിലേക്ക് മാറ്റി. കുഞ്ഞെ കയറി കാണുന്നു പറഞ്ഞതും കാശ് അവിടേക്ക് കയറി. തൻ്റെ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുഞ്ഞുടെ അത്ര ക്ഷീണിച്ചു പോയത് അവൻ അറിഞ്ഞു. അവൻ കുഞ്ഞിയുടെ അടുത്തിരുന്നു അവളുടെ തലമുടിയിൽ തഴുകി നെറ്റിയിൽ മുത്തിയും കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിലിരിക്കുന്ന കാശിയെ കണ്ടതും അവളുടെ തളർച്ചയെല്ലാം മാറി. കുഞ്ഞിക്കരങ്ങൾ കാശിക്ക് നേരെ നീട്ടുമ്പോൾ അവൻ കുഞ്ഞിയെടുത്ത് തുരതുരാ മുത്തം നൽകിയിരുന്നു. ഈ സമയം ഡോക്ടർ അവിടേക്ക് വന്നു. അച്ഛനെ കണ്ടപ്പോൾ മോളുടെ അസുഖമെല്ലാം മാറിയല്ലോ. എന്നിട്ട് കാശി നോക്കി പറഞ്ഞു, ശരിക്കും കുഞ്ഞിൻ്റെ മെഡിസിൻ താനായിരുന്നു, ഒപ്പം അകത്ത് കിടക്കുന്ന ആ കുട്ടിയുടെയും. ഡോക്ടറിൻ്റെ പാറു ഉറക്ക ഗുളിക ഒരുപാട് കഴിച്ചിരിക്കുന്നു. മരിക്കാൻ വേണ്ടി തന്നെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാനാവില്ല. ഒരു 3 മണിക്കൂറെങ്കിലും ആവും. താൻ പേടിക്കണ്ടോ, ഞങ്ങളെല്ലാവരും ഇല്ലേ. പിന്നെ മുകളിലുള്ള ആൾ പെട്ടെന്ന് കൈവിടില്ല ആരെയും.
അങ്ങനെ നീണ്ട 3 മണിക്കൂർ പിന്നിടുമ്പോൾ പാറുവിനെ വാർഡിൽ മാറ്റി 3 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് വീട്ടിൽ വിടാനാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ കാശി തന്നെ അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞിയെയും കൊണ്ട് പാറു കിടക്കുന്ന റൂമിൽ കാശി വന്നു. പാറു, അവൻ അവളുടെ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കി. താൻ കാണാൻ ആഗ്രഹിച്ച 2 മുഖങ്ങൾ, തൻ്റെ പാതിയാവനും അവനിരുവിടെയും സ്വന്തമായ കുഞ്ഞും. ഒരേ സമയം സന്തോഷം ഒപ്പം ദേഷ്യവും തോന്നി. അവൾക്ക് അവനെന്നും വൈകിയെങ്കിൽ അവൾക്ക് ആലോചിക്കാനായില്ല. പാറു, വിളിക്കരുതെന്നെ. പാറു, ഞാൻ ചത്തൊന്നറിയാൻ വന്നതാണോ? എനിക്ക് ചത്തില്ല. അവിടെ ഞാൻ തോറ്റുപോയി, നിങ്ങളെ സ്നേഹിച്ചതിലും. എന്നാൽ അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു അവളുടെ ബെഡിൽ നിന്നും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനും അവനിൽ നിന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു, തുടരുതെന്നെ. പിന്നെ ആര് തുടരണം? ആരും തൊടണ്ട. എനിക്ക് എൻ്റെ മോള് മതി. ഇത്രയും ദിവസം എങ്ങനെയായിരുന്നു? അപ്പൊ എന്നെ വേണ്ടേ? എന്നെ വേണ്ടെന്ന്. വേണ്ട. എൻ്റെ മുഖത്ത് നോക്കി പറയരുത് വേണ്ടെന്ന്. പാറു അവനെ നോക്കിയില്ല. പാറു പറയാൻ. എന്നാൽ ഈ സമയം കുഞ്ഞ് പാലിനായി കരഞ്ഞു. എന്നാൽ ഈ സമയം അവൾക്ക് കൊടുക്കാനാവില്ലായിരുന്നു. അതറിയാതെ അവളുടെ മാറിൽ കരങ്ങളിട്ട് പരതുന്ന കുഞ്ഞിയെ കണ്ടതും അവൾക്ക് സഹിച്ചില്ല. എന്നാൽ പെട്ടെന്ന് സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞതും അവൾക്ക് കൊടുക്കാനില്ല നീഡിൽ ബോട്ടിൽ തന്നെ കൊടുത്തു. അത് കുടിക്കുമ്പോൾ പോലും ആ കുഞ്ഞു കരങ്ങൾ വീണ്ടും പാറുവിൻ്റെ മാറിൽ അമർന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ ഈറനടിഞ്ഞു. 3 ദിവസം അമ്മയുടെ കുഞ്ഞ് ഏതെന്നെ കുടിക്കണം. അമ്മയുടെ ഉവ്വാവ മാറാതെ എൻ്റെ കുഞ്ഞെ അമ്മയ്ക്ക് ഈ മാറോട് ചേർത്ത് പിടിക്കാനാവില്ല. എന്നാൽ കാശിയുടെ കണ്ണുകൾ പാറുവിലായിരുന്നു. തന്നെ ഒന്ന് നോക്കാനോ കേൾക്കാനോ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അതവനെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു.